ബിരജക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ 108 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നത് ഈ പുണ്യസങ്കേതത്തിന്റെ മറ്റൊരു വലിയ സവിശേഷതയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ താഴെ നൽകുന്നു. 108 ശിവലിംഗങ്ങളുടെ പ്രാധാന്യം. ബിരജക്ഷേത്രം ഒരു പ്രധാന ശക്തിപീഠമാണെങ്കിലും അവിടെ ശിവനും ശക്തിയും ഒന്നുചേരുന്നു എന്ന സങ്കല്പത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ക്ഷേത്രമുറ്റത്ത് നിരനിരയായി ചെറിയ ശ്രീകോവിലുകളിലായാണ് ഈ 108 ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഐതിഹ്യം: ഓരോ ശിവലിംഗത്തിനും അതിന്റേതായ പ്രത്യേകതകളുണ്ടെന്നാണ് വിശ്വാസം. ഭക്തർക്ക് ഈ 108 ലിംഗങ്ങളെയും ഒരേ സമയം വണങ്ങാൻ സാധിക്കുന്നത് വലിയ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. സങ്കല്പം: പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന സംഖ്യയായാണ് 108നെ ഭാരതീയ ദർശനങ്ങളിൽ കണക്കാക്കുന്നത്. ഇത്രയധികം ശിവലിംഗങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നതുവഴി ജാതകദോഷങ്ങൾ അകലുമെന്നും ആഗ്രഹസാഫല്യമുണ്ടാകുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. മറ്റ് പ്രധാന വിവരങ്ങൾ. ഈ ക്ഷേത്രത്തിലെ ശിവ ആരാധനയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി. 1. ഈശാനേശ്വരലിംഗം. 108 ശിവലിംഗങ്ങൾക്ക് പുറമെ പ്രധാന ബിരജദേവിയുടെ വിഗ്രഹത്തിനടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ശിവലിംഗങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. 2. നവരാത്രിയും ശിവനും. നവരാത്രികാലത്ത് ദേവിക്ക് രഥയാത്ര നടക്കുമ്പോൾ ശിവപ്രീതിക്കായും പ്രത്യേക പൂജകൾ ഇവിടെ നടക്കാറുണ്ട്. 3. ലിംഗങ്ങളുടെ നിർമ്മാണം. ഭൂരിഭാഗം ശിവലിംഗങ്ങളും ഒഡീഷയിലെ തനതായ കല്ലുകളിൽ നിർമ്മിച്ചവയാണ്. പലതും വലിപ്പത്തിൽ ചെറുതാണെങ്കിലും കൃത്യമായ ക്രമത്തിലാണ് ഇവ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ബിരജക്ഷേത്രത്തിലെ ഈ ശിവലിംഗങ്ങളെ ദർശിക്കാനെത്തുമ്പോൾ തൊട്ടടുത്തുള്ള വൈതരണി നദിയിലെ ദശശ്വമേധ ഘട്ടവും ദശാശ്വമേധ ഘാട്ട് സന്ദർശിക്കുന്നത് ഉചിതമായിരിക്കും.